പ്രവീണ ആരാണ് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തിയേ? ഇതാണ് എന്റെ എച്ചമ്മ. എച്ചമ്മ എച്ചമ്മ എന്നാണ് ഞങ്ങള് വിളിക്കണേ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള എച്ചമ്മായിരുന്നു സ്കൂളിന്റെ. ഞങ്ങൾ എല്ലാ കുട്ടികളും എച്ചമ്മ എന്നാ വിളിക്കണേ. ഞാനൊരു ടീച്ചറാണ്. ഞാൻ ഇപ്പൊ മാത്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ ഒക്കൽ. അപ്പൊ അവിടെ പഠിക്കാൻ അല്ലെങ്കിൽ BEdന് ജോയിൻ ചെയ്യാനുള്ള മെയിൻ റീസൺ ഇയാളാണ്. എന്താണ് ഞങ്ങളുടെ ഈ പ്രവീണ ടീച്ചറെ പറ്റി പറയാനുള്ളത്? ഞാൻ 5ാം ക്ലാസ്സിലാണ് പ്രവീണ കാണുന്നത്. 5ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടിയാണ് പ്രവീണ. നന്നായി പഠിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നീ പഠിച്ച് നല്ല മിടുക്കിയായിട്ട് ഒരു അധ്യാപികയാകണമെന്ന് പറയും. പിന്നെ നല്ല അച്ഛനമ്മമാര്, അവരെ എത്ര പുകഴ്ത്തിയാലും മതിയാകൂല. ഒരു മാതൃകാ കുടുംബമാണ് പ്രവീണയത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഞാൻ പലരോടും അത് പറയാറുണ്ട്. മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ജീവിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെയുള്ളത് അപൂർവമാണ്. മനസ്സിലായ? അതിന്റെ ഗുണം ഈ മക്കളിലുണ്ട്. ഞങ്ങളുടെ നാടിന്റെ അഭിമാനം കൂടിയാണ് പ്രവീണ. മനസ്സ് നിറയെ സ്നേഹമാണ്. അത് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയ സ്നേഹമാണ്. അത് ഇനിയത്തെ തലമുറക്ക് ഒരു പാഠമാകണമെന്നാണ് ഞാൻ പറയണത്. കാരണം ഇപ്പൊ സ്വാർത്ഥതയാണ് കൂടുതൽ, ഇല്ലേ? അത് മാറ്റി എല്ലാവർക്കും വേണ്ടി ജീവിക്കാനുള്ള ഒരു വലിയ മനസ്സ്, നല്ല മനസ്സരായി മാറണം. ആ ഒരു സന്ദേശം ഈ പ്രവീണയിലൂടെ നമുക്ക് കൊടുക്കാം. ടീച്ചറിന് വേറെ ഒരുപാട് പ്രത്യേകതകൾ വേറെ. ടീച്ചർ ഒരു മികച്ച സാഹിത്യകാരിയാണ്. ടീച്ചർ 3 ബുക്സ് എഴുതിയിട്ടുണ്ട്. 6 എഴുതിയിട്ടുണ്ട്. അറിഞ്ഞുള്ളൂ. അർജുന മാഷിന്റെ വീട്ടിൽ വെച്ച് ഞാൻ വന്നിട്ടേ സാറിന്റെ ചിരി എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ പറയുന്ന ഒരു പുഞ്ചിരി മത്സരം വെച്ചാല് സാറിന് ഫസ്റ്റ് അടിക്കും. പുഞ്ചിരിയുടെ പൂവിളികളിലുണ്ടൊരു രാഗം, തൂമിഴികളിലെ നനവിലും. പക്ഷെ എനിക്ക് അല്ലേ ആഷിക്ക് തന്നെ ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഈ പരിപാടി ഇനി നല്ല വിധത്തിൽ മുന്നോട്ട് പോവട്ടെ. എല്ലാവർക്കും ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. അതിനെല്ലാ വിജയാശംസകളും നേരുകയാണ്.